Hello കൂട്ടുകാരെ, PYQ സീരീസിലെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. If the sum of the zeros of the quadratic polynomial kx² plus 4x plus 3k is equal to their product, then the value of k is. നമുക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിലെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ സീറോസ് ഓഫ് ദ പോളിനോമിയൽ ആയിട്ട് എടുക്കുന്നത് ആൽഫയും ബീറ്റയും ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽസ് ടു നെഗറ്റീവ് ബി ബൈ എ, ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽസ് ടു സി ബൈ എ. ഇതെല്ലാം പഠിച്ചിട്ടുള്ളതാണല്ലോ ആ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത്. ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സം ഓഫ് സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈസ് ഈക്വൽ ടു ദെയർ പ്രോഡക്റ്റ്. അങ്ങനെ ആകുമ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽസ് ടു ആൽഫ ഇൻറ്റു ബീറ്റ. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ നെഗറ്റീവ് ബി ബൈ എ ആണല്ലോ. അപ്പോൾ നെഗറ്റീവ് ബി ബൈ എ എന്ന് പറയുമ്പോൾ എ ഈക്വൽസ് ടു കെ, അതായത് x² കോഎഫിഷ്യൻറ്റ്, ബി ഈക്വൽസ് ടു എക്സിൻ്റെ കോഎഫിഷ്യൻ്റായ 4, പിന്നെ സി ഈക്വൽസ് ടു ഇവിടെ വരുന്ന ഈ കോൺസ്റ്റൻറ്റ് അതായത് 3k. അപ്പോൾ ഇനി ആ വാല്യൂസ് നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം. നെഗറ്റീവ് ബി ബൈ എ, അപ്പോൾ നെഗറ്റീവ് 4/k, ആൽഫ ഇൻറ്റു ബീറ്റ സി ബൈ എ, സി എന്താണ് 3k ബൈ k. ഈ 2kയും കട്ട് ചെയ്യാം, അപ്പോൾ ഈക്വൽസ് ടു 3 എന്ന് വരും. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽസ് ടു ആൽഫ ഇൻറ്റു ബീറ്റ. ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് കിട്ടിയിട്ടുള്ളത് നെഗറ്റീവ് 4/k ആണ്, ഈക്വൽസ് ടു ആൽഫ ഇൻറ്റു ബീറ്റ 3 ആണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം നമുക്ക്. അപ്പോൾ നെഗറ്റീവ് 4 ഈക്വൽസ് ടു 3k, k ഈക്വൽസ് ടു നെഗറ്റീവ് 4/3. മനസ്സിലായല്ലോ. കെയുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. നമ്മുടെ ഓപ്ഷനിൽ നെഗറ്റീവ് 4/3 ഉണ്ടല്ലോ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? PYQ സീരീസിലെ അടുത്ത ക്വസ്റ്റ്യനായിട്ട് നമുക്ക് നാളെ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.